ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ പാഠമാണ്. അതായത് 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ്. തൊഴിലിന്റെ രുചി ഭാഷയുടെയും എന്നാണ് ഈ പാഠത്തിന്റെ പേര് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ട സവി, വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്കെപ്പോഴും ആവേശമാണ്. കത്തെഴുത്ത് തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ വായിക്കും. അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും. ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും. കേരളത്തിൽ നിന്ന് പോയിട്ടും നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും. ഇത്തവണ എന്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു. നിനക്കും അതിഷ്ടമാവുമല്ലോ. നിനക്കറിയോ, നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ. പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അത് എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഓ, ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീയായിരുന്നല്ലോ. 4ാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച നിങ്ങളെക്കാൾ വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ. നിങ്ങൾ എല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്ക് അന്ന് എന്തൊരു കൊതിയായിരുന്നു. മലയാളി കുട്ടികൾ കലപില വർത്താനം പറയുമ്പോൾ കണ്ണു മിഴിച്ചു പോയിരുന്നു. മറുനാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത്. മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു. അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി. വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഒക്കെ ഉണ്ടാക്കി. അവയെക്കുറിച്ച് എഴുതി. വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു. എനിക്ക് തുണികൊണ്ട് കുപ്പായങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം. അതോടൊപ്പം പലതരം പെയിന്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. പ്രവൃത്തി പരിചയ മേളകളിൽ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര്. കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നു അന്ന്. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്കൂളിൽ വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത്. അതിലധികവും ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. 9ൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എന്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഹൗ, അന്നുണ്ടായ ഒരു സന്തോഷം! പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ പണിയിലേക്ക് ഇറങ്ങിയത് അന്നു മുതലാണ്. ഒരു തൊഴിൽ ചെയ്താൽ വാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ്. മറ്റു കുട്ടികളെ പോലെ +1 ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം. എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെയാണ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത്. ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ഫാഷൻ ഡിസൈനിങ്ങിൽ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി. തുടർന്ന് +2വിന് പോയി. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണിപ്പോൾ. ഫാഷൻ ഡിസൈനിങ് ജോലികൾക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങിത്തന്നു. സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തുണ്ടാക്കലും ഒക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും. സവി, എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ. അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട്. വാടകയുൾപ്പെടെ വീട്ടു ചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എന്റെ വരുമാനവും പ്രയോജനപ്പെടുന്നു എന്നത് വലിയ സന്തോഷമല്ലേ? പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നതിലല്ല സുഖവും സന്തോഷവും. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം. ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനും എല്ലാം അവസരങ്ങളുണ്ട്. പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവുമെന്ന് തോന്നാറുണ്ട്. ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം, സ്വന്തമായി ഒരു കട തുടങ്ങണം, പിന്നെ ഒരു വീട്. അതൊക്കെയാണ് ആഗ്രഹം. ഇതിനെല്ലാം എന്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി. നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ? സവി, നീ ഇടയ്ക്കെല്ലാം എഴുതണേ. നിന്റെ ദറക്സ. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാലോ? കണ്ടെത്താൻ പറയാം. ചോദ്യം 1. ദറക്സയ്ക്ക് മലയാളത്തിനോട് താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ്? മറുനാട്ടിൽ വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ദറക്സയ്ക്ക് സഹായകമായത്. മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും ദറക്സയെ പ്രേരിപ്പിച്ചത് സ്കൂളിലെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. ചോദ്യം 2. സ്കൂളിൽ ദറക്സ എന്തെല്ലാം പണികളാണ് ചെയ്തു പരിശീലിച്ചത്? പല നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി, പരിശീലിച്ചു. പലതരം പെയിന്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. കൗതുക വസ്തുക്കൾ നിർമ്മിച്ച് സ്കൂളിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകിയിരുന്നു. തുടർന്ന് തയ്യൽ പണിയും ചെയ്തു. ചോദ്യം 3. എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. ദറക്സ ഇങ്ങനെ പറയാൻ എന്താവും കാരണം? എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ?
ദറക്സ തയ്യൽ ജോലിയിൽ നല്ല പ്രാവീണ്യം നേടിയതുകൊണ്ടും സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ടും എവിടെയും ജോലി തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവൾക്കുണ്ടായി. സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികമായി സ്വയം പര്യാപ്തയാകാനും അവൾ പ്രതീക്ഷിച്ചു. ചോദ്യം 4. കേരളത്തിന്റെ സവിശേഷതകളായി ദറക്സ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ, ഭാഷ, സംസ്കാരം, തൊഴിൽ സാധ്യതകൾ എന്നിവയെല്ലാം ദറക്സ കേരളത്തിന്റെ സവിശേഷതകളായി കണ്ടിരുന്നു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളമെന്ന് ദറക്സ പറയുന്നു. അടുത്ത ചോദ്യം നോക്കൂ. മറക്കില്ല ഒരിക്കലും. ഹൗ, അന്നുണ്ടായ ഒരു സന്തോഷം. സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെ കുറിച്ച് ദറക്സ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അന്ന് ദറക്സ എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങളൊരു ബോർഡർ വരച്ചു കൊടുക്കുക, ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക, ശേഷം തീയതി, ദിവസം അതിട്ട് കൊടുക്കുക. ഇന്ന് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. എനിക്ക് സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ കിട്ടി. എത്ര നാളായി ഞാൻ ഈ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ മെഷീനെ കുറിച്ച്. ഇനി എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തുന്നാം, ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാം. ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം തന്നെ മാറാൻ പോവുകയാണ്. ഈ സന്തോഷം എനിക്ക് സമ്മാനിച്ച എല്ലാവർക്കും നന്ദി. ഇത് വെറുമൊരു മെഷീനല്ല, എന്റെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലാണ്. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കത്തെഴുതാം. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തെരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ദറക്സ പർവീൻ. അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതൂ. ഡയറി പോലെ തന്നെ കത്തെഴുതുമ്പോഴും ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുക, എന്നിട്ട് സ്ഥലം, തീയതി എഴുതുക. ഡയറിയിൽ ദിവസവും തീയതിയായിരുന്നു, ഇവിടെ സ്ഥലം, തീയതി. പ്രിയ ദറക്സ പർവീൻ, താങ്കളുടെ ജീവിതകഥ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. നിങ്ങൾ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറുന്നത് വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും അഭിനന്ദനാർഹമാണ്. ഭാഷാപരമായ വെല്ലുവിളികളെ അതിജീവിച്ച് പുതിയൊരു സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് നിങ്ങൾ നേടിയെടുത്ത ഈ വിജയം മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ, പാർവതി. അടുത്ത ചോദ്യം നോക്കൂ. ഇന്നത്തെ തൊഴിലിടങ്ങൾ. ആകെ വിയർത്തു തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്യും. വയലാർ എഴുതിയ ഞങ്ങളുടെ മുത്തശ്ശി എന്നുള്ള കവിതയിലെ 2 വരികളാണ്. ഒരു കാലത്ത് കേരളത്തിലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത്. ഇന്നും ഈ അവസ്ഥ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഉണ്ടോ? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും മനസ്സിലായ ആശയങ്ങളുടെയും നിങ്ങൾ കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. തയ്യാറാക്കിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയല്ലോ. പ്രിയപ്പെട്ടവരെ, തൊഴിലിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആകെ വിയർത്തും തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്യും എന്ന വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വയലാറിന്റെ ഈ വരികളിൽ കണ്ടതുപോലെ ഒരു കാലത്ത് കേരളത്തിലെ തൊഴിലിടങ്ങൾ കഠിനാധ്വാനത്തിന്റെയും ദുരിതങ്ങളുടെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ അവസരങ്ങൾ ഉണ്ടായി. സാങ്കേതിക വിദ്യയുടെ വളർച്ച തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. എന്നിരുന്നാലും ചില മേഖലകളിൽ ഇന്നും വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളും നമ്മൾ കാണാതിരിക്കരുത്. എല്ലാവർക്കും മാന്യമായ തൊഴിലും ജീവിത സാഹചര്യങ്ങളും ഉറപ്പാക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നന്ദി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസുമായി നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്